മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 98-ാമത്തെ ദശകത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ജന്മാധോ കർമ്മനാമസ്ഫുടമിഹ ഗുണദോഷാദികം വാ നയസ്മിൻ ലോകാനാമൂതയേ യസ്വയമനുഭജത്തെ താനി മായാനുസാരീ ബിഭ്രച്ഛക്തിരൂപോപി ച ബഹുതരരൂപോ വിഭാത്യദ്ഭുതാത്മാ തസ്മൈ കൈവല്യധാമ്നേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. ജന്മം, കർമ്മം, നാമം, ഗുണദോഷാദികൾ ഇതൊക്കെ ഭഗവാനില്ല എന്ന് പറയുകയാണ്. ഭഗവാന്റെ സ്വരൂപം പറയണതാണത്. ആ മുക്തി കിട്ടുമ്പോഴുള്ളതായിട്ടുള്ള അവസ്ഥ അതാണ്. ആ ഭഗവാന്റെ അവസ്ഥ എന്താണ്? പരമാത്മാവിൻ്റെ അവസ്ഥ. ജന്മ അഥാചാനന്തരം എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഉള്ളത് തോന്നത്തേയുള്ളൂ. ജന്മ, കർമ്മ, ജന്മ അഥ കർമ്മ, നാമ, സ്ഫുടം. തീർച്ചയായിട്ടും ഇതൊന്നും ഭഗവാനിലില്ല എന്നുള്ളത് സ്പഷ്ടമാണെന്നാണ്. ഏതൊക്കെയാണ് ഇല്ലാത്തത്? ജന്മമില്ല, അതായത് ഭഗവാൻ പല പ്രാവശ്യം ആയിട്ട് പല അവതാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ജന്മം മാതിരിയല്ല, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമുക്കൊക്കെ ജന്മം ഉണ്ടാവണത്. പക്ഷേ ഭഗവാന്റെ ജന്മം അങ്ങനെയല്ല. ഭഗവാൻ മായയെ സ്വീകരിക്കുന്നത് കൊണ്ട് അത് ഭഗവാന്റെ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കണു എന്നുള്ളതേ ഉള്ളൂ എന്നാണ്. കർമ്മങ്ങളും അതെ, ഭഗവാന്റെ കർമ്മങ്ങൾ, അനവധി കർമ്മങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ട്. അനവധി അവതാരങ്ങൾ സ്വീകരിച്ചു. അനവധി കർമ്മങ്ങൾ അതാത് അവതാരങ്ങളിലൊക്കെ ഓരോരോ കർമ്മങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ നാമങ്ങൾ, അനവധി നാമങ്ങൾ ഭഗവാൻ ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ ഭഗവാനെ പറയാനായിട്ട് ഒരു നാമമില്ല. ഭഗവത് സ്വരൂപത്തെ, പരമാത്മാവിനെ പറയാനായിട്ടൊന്നുമില്ല. എങ്കിലും അതൊക്കെ ഭഗവാൻ സ്വീകരിക്കണതാണ് എന്നുള്ളതാണ്. എന്നാൽ യസ്മിൻ, അതിലാണോ ഇതൊന്നും ഇല്ലാത്തത്? ഗുണദോഷാധികം, ഗുണങ്ങളും ഇല്ല ദോഷങ്ങളും ഇല്ല, ഒന്നും ഭഗവാനിലില്ല എന്ന് പറയാണ്. ഗുണദോഷാധികം വാന യസ്മിൻ, ഇതൊന്നും ആരിലാണോ ഇല്ലാത്തത്? ലോകാനാം ഊതയേ, ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ രക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ സ്വയം അനുഭജതേ, ഭഗവാൻ സ്വയം സ്വീകരിക്കുകയാണ്. അതിൽ ഭഗവാൻ സ്വയം താനായിട്ട് സ്വീകരിക്കുകയാണ്. ഇതൊക്കെ തനിക്കതൊന്നും വേണ്ട എങ്കിലും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇതൊക്കെ സ്വീകരിക്കുന്നു എന്നാണ്. ലോകാനാം ഊതയേ, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ആരാണോ ഇതൊക്കെ സ്വീകരിക്കുന്നത്? സ്വയം അനുഭജതേ, തന്നെത്താൻ സ്വീകരിക്കുകയാണ്, സ്വതന്ത്രമായിട്ടാണ് അതൊക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. താനി മായാനുസാരി, ഇതൊക്കെ ജന്മം, കർമ്മം, നാമം എന്നുള്ളതൊക്കെ ഭഗവാൻ സ്വയം സ്വീകരിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവയെ ഒക്കെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. അത് ഇതിനു വേണ്ടിയിട്ടാണ്, ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വീകരിക്കുന്നത്. അതൊന്നും വാസ്തവത്തിലുള്ളതല്ല എന്ന് പറയാണ്. താനി മായാനുസാരി, മായയെ അനുസരിച്ചുകൊണ്ട്, തൻ്റെ തന്നെ ശക്തിയായ മായയെ അനുസരിച്ചുകൊണ്ട് ഭഗവാൻ ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? പിന്നെന്താണ്? ബിഭ്രച്ഛക്തീഹി, ശക്തികൾ സ്വീകരിച്ചിട്ട് ഭഗവാന് പല വിദ്യാശക്തി, അവിദ്യാശക്തി, ജ്ഞാനശക്തി, അജ്ഞാനശക്തി എന്നുള്ളത് തന്നെ അതൊക്കെ ഉണ്ട് ഭഗവാന്. അങ്ങനെയുള്ളതായിട്ടുള്ള ശക്തികളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നവനായിട്ട് അരൂപഹ അപി, ഭഗവാന് വാസ്തവത്തിൽ രൂപങ്ങളൊന്നുമില്ല, രൂപങ്ങളില്ല, യാതൊരു ഗുണങ്ങളും ഇല്ല എന്ന് പറഞ്ഞുല്ലോ നേരത്തെ തന്നെ. അപ്പോൾ അരൂപഹ അപി, അരൂപനാണ് അല്ലേ? നമ്മളിപ്പോൾ ഇതിലൊക്കെ പറയുമ്പോൾ ആ പരമാത്മാവ് എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലെത്തുമ്പോൾ ഒന്നുമില്ല. ആ സച്ചിദാനന്ദ സ്വരൂപം ആണ് അതിൻ്റെ രൂപം എന്നല്ല പറയുക. സച്ചിദാനന്ദമയം, ആ സച്ചിദാനന്ദമായിട്ടുള്ള ആ അവസ്ഥ അതാണുള്ളത്. അതല്ലാതെ രൂപം എന്ന് പറഞ്ഞാൽ നിറമൊന്നുമില്ല എന്നുള്ളതാണ്. നിറമൊന്നുമില്ല, മൂർത്തിയൊന്നുമില്ല, അങ്ങനെയുള്ളതാണ് ഏത്? ഈ പരമാത്മാവ്. പക്ഷേ ആ അരൂപഹ അപി, അങ്ങനെ അരൂപനാണ് എങ്കിലും, അവ്യക്തമാണ് എങ്കിലും, ബഹുതര രൂപ വിഭാതി,
ബഹുതര രൂപമായിട്ട് പല രൂപങ്ങളും ധരിക്കുന്നുണ്ട്, പല അവതാരങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി അവതാരങ്ങളല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ഓരോരോ ജീവനിലും ആ തുടിക്കുന്നത് ആ ആത്മാവ് തന്നെയാണ്. അപ്പം അങ്ങനെ ബഹുതര രൂപ വിഭാതി, ബഹുതര രൂപനായിട്ട് പ്രകാശിക്കുന്നു. അത്ഭുത സ്വരൂപനാണ്. നമുക്ക് എങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവണത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അത്ഭുതാത്മാവായിട്ടുള്ള അദ്ദേഹം, അത്ഭുത സ്വരൂപനായിട്ടുള്ള അദ്ദേഹം രൂപമൊന്നും ഇല്ലെങ്കിലും പല രൂപങ്ങളെ സ്വീകരിച്ച് പ്രകാശിക്കുന്നു എന്നുള്ളതാണ്. വിഭാത്തി അത്ഭുതാത്മാവായതുകൊണ്ടാണ് ഇങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നും പറയാണ്. തസ്മൈ കൈവല്യധാംനേ, കൈവല്യധാമാവായിട്ടുള്ള കൈവല്യത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ള ആ മുക്തി, കേവലത എന്ന് വെച്ചാൽ വേറെ ഒന്നും ബന്ധമില്ലാത്തതായിട്ടുള്ള സർവസ്വതന്ത്രനായിട്ടുള്ള അവസ്ഥ, മുക്താവസ്ഥ, ആ കൈവല്യധാംന, കൈവല്യത്തിൻ്റെ ധാമമായിട്ടുള്ള അല്ലയോ പരരസ പരിപൂർണായ പരമാനന്ദത്തിൻ്റെ പരിപൂർണ സ്വഭാവം. ഇനി ഇതിലധികം ഒരു പരമാനന്ദം എന്നുള്ളതായിട്ടുള്ള അവസ്ഥ ഇല്ല. ആനന്ദസ്വരൂപൻ തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള പരരസ പരിപൂർണായ, പരരസം എന്ന് വെച്ചാൽ പരമാനന്ദം തന്നെ. ആ പരമാനന്ദത്തിൻ്റെ പരിപൂർണ അവസ്ഥയിൽ ഉള്ളതായിട്ടുള്ള അല്ലയോ വിഷ്ണു, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ നമസ്തേ, അങ്ങയ്ക്ക് നമസ്കാരം, തേ നമഃ, അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ഭഗവാനെ വന്ദിക്കുകയാണ്. ഇനിയൊക്കെയുള്ള ശ്ലോകങ്ങളൊക്കെ അധികം കുറേയൊക്കെ ഇങ്ങനെ വന്ദനം തന്നെയായിട്ടാണ്, ഭഗവാനെ ഉള്ളതായിട്ടുള്ള വന്ദനമായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ തത്വം ആണ് ഇവിടെയും പറയണത്. എന്താണ്? ജന്മ കർമ്മങ്ങൾ, നാമം, ഇതൊന്നും ഭഗവാനില്ല. സ്ഫുടം, അത് വ്യക്തമായിട്ടുള്ളതാണ്. ഇതൊന്നും ഇല്ലയെന്ന്. ഗുണദോഷാധികം, ഗുണങ്ങളില്ല, ദോഷങ്ങളില്ല. ഇതൊന്നും ആരിലാണോ ഇല്ലാത്തത്? ലോകാനാം ഉദയേ, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പക്ഷേ ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഭഗവാൻ എന്നുള്ളതാണ്. സ്വതയില്ലെങ്കിലും ഇതൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ലോകരക്ഷയ്ക്ക് വേണ്ടി. ലോകാനാം ഉദയേ സ്വയം അനുഭജതേ, സ്വയം തന്നെത്താൻ സ്വതന്ത്രമായിട്ട് മറ്റൊന്നിൻ്റെയും ആശ്രയമില്ലാതെ കണ്ട്, മറ്റൊന്നിൻ്റെയും പ്രേരണ ഇല്ലാതെ കണ്ട് സ്വയമായിട്ട് തന്നെ ഇതെല്ലാം അങ്ങ് സ്വീകരിക്കുന്നു. അനുഭജതേ താനി, താനിച്ചാൽ അവിടെ ജന്മാദികളെ ആരാണോ സ്വയം സ്വീകരിക്കുന്നത്? മായാനുസാരി, എങ്ങനെ? മായയെ ആശ്രയിച്ചുകൊണ്ട്, മായയ്ക്ക് അധീനപ്പെട്ടു, മായയ്ക്ക് സ്വയം വഴങ്ങിക്കൊടുക്കുകയാണ്. തൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള മായയ്ക്ക് വഴങ്ങിക്കൊണ്ട് ഇതെല്ലാം സ്വയം അനുഭജതയെ, തന്നെത്താൻ സ്വീകരിക്കുന്നത് ആരാണോ? വിഭ്രശക്തി, തൻ്റെ ശക്തികളെ തന്നെ സ്വീകരിച്ചുകൊണ്ട്, ജ്ഞാനശക്തി അജ്ഞാനശക്തി ഇതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട്, വിഭ്രശക്തി അരൂപ അപി, അരൂപിയാണ് എങ്കിലും, രൂപമില്ലാത്തവനാണ് എങ്കിലും, ബഹുതര രൂപ വിഭാതി, വളരെ പല രൂപങ്ങളും സ്വീകരിച്ചവനായിട്ട് പ്രകാശിക്കുന്നു, പല രൂപത്തിലും പ്രകാശിക്കുകയും ചെയ്യുന്നു. ശക്തികളെ സ്വീകരിച്ചുകൊണ്ട് സ്വതേ അരൂപിയാണെങ്കിലും രൂപമില്ലാത്തവനെങ്കിലും പല രൂപങ്ങളെയും സ്വീകരിക്കുന്നു എന്നാണ്. തസ്മൈ കൈവല്യധാംനേ, കൈവല്യ സ്വരൂപനായിട്ടുള്ള, കൈവല്യധാമം ആയിട്ടുള്ള അപ്രകാരമുള്ള ആ പരരസപരിപൂർണായ പരമാനന്ദ സ്വരൂപമായിട്ടുള്ള വിഷ്ണു നമസ്തേ, അല്ലയോ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം എന്ന്. ജന്മാധോ കർമ്മ നാമ സ്ഫുടമിഹ ഗുണദോഷാധികം വാ നയസ്മിൻ ലോകാനാമൂതയേ സ്വയമനുഭജതേ താനി മായാനുസാരി ബിഭ്രശക്തിരൂപോപി ച ബഹുതരരൂപോ വിഭാത്യദ്ഭുതാത്മാ തസ്മൈ കൈവല്യധാംനേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ആർക്കാണോ ജന്മകർമ്മം ഗുണമതുവിധമാ ദോഷവും പേരുമില്ല, ആരീ ലോകർക്കു വേണ്ടി ജനന മരണമിത്യാദി മായയ്ക്കൊതുങ്ങും, വിദ്യാലരൂപി പലവിധ വവ്വായാരു ശോഭിച്ചിടുന്നു, ആ മട്ടാം മോക്ഷദാത പരമ പദമതേകുന്ന വിഷ്ണോ നമിപ്പൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.